കണ്ണൂരിൽ നിന്നും സന്തോഷ് കൂടി ചേരുകയാണ്. സന്തോഷ്, കണ്ണൂരിലെ ദമാം അബുദാബി സർവീസുകൾ ഇന്ന് റദ്ദ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. മറ്റെന്തെങ്കിലും പുനർക്രമീകരണങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഈ കണ്ണൂരും കരിപ്പൂരും എന്ന് പറയുന്നത് ഉംറ തീർത്ഥാടകരടക്കം ആശ്രയിക്കുന്ന രണ്ട് വിമാനത്താവളങ്ങൾ കൂടിയാണ്. തീർച്ചയായും കണ്ണൂരിൽ ഇതുവരെയും ഈ വിമാന സർവീസുകൾ പഴയ പടിയിൽ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നും പ്രധാനപ്പെട്ട രണ്ട് സർവീസുകളാണ് കണ്ണൂരിൽ മുടങ്ങിയിട്ടുള്ളത്. അതായത് ഈ സർവീസുകൾ കൃത്യമായിട്ട് ജീവനക്കാർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിച്ച സമയത്ത് വിമാനത്താവളത്തിൽ ഉൾപ്പെടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ദമാം അബുദാബി സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ആശ്വാസകരമായ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇന്നലെ 8 സർവീസുകൾ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു സ്ഥിതിയില്ല. പല വിമാനങ്ങളും അന്താരാഷ്ട്ര സർവീസുകൾ നടത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ 2 വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. കണ്ണൂരിലേക്ക് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എത്തേണ്ടുന്ന 3 സർവീസുകൾ കൂടി റദ്ദാക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രതിസന്ധി, അതായത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ യാത്രാ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ച വിമാനത്താവളങ്ങളിൽ ഒന്നാണ് കണ്ണൂർ. കാരണം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും മറ്റ് വിദേശ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നില്ല. ഈ യാത്രക്കാർക്ക് ആശ്രയിക്കേണ്ടി വരുന്ന ഏക കമ്പനി എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ലീവെല്ലാം കഴിഞ്ഞ് ഗൾഫിലേക്കെല്ലാം മടങ്ങിപ്പോകേണ്ടുന്ന പലരും ഇപ്പോൾ മംഗലാപുരം, ബാംഗ്ലൂരു വിമാനത്താവളങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ശരി സന്തോഷ്, വ്യക്തമാണ്. എന്തായാലും സമരം അവസാനിച്ചിട്ടും യാത്രാക്ലേശം അത് തുടരുകയാണ്. പല വിമാനത്താവളങ്ങളിലും പല സർവീസുകളും ഇന്നും റദ്ദാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് സന്തോഷ് അടക്കമുള്ള പ്രതിനിധികൾ പങ്കുവച്ചത്.